ഹായ് ഫ്രണ്ട്സ്, ജീവ്സ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം, ഓപ്ഷനിലാണ്. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് നന്നായി ഇളക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സവോള നന്നായിട്ട് വഴണ്ട് വരാൻ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ക്യാപ്സിക്കം ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം നന്നായി ഇളക്കി അത് വഴണ്ട് വരുന്നവരെ ചെയ്യുക. ഇനി ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഞാൻ സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി. അതിൻ്റെ പച്ചമണം മാറി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ഒന്നുകൂടെ ഒഴിക്കാം. പിന്നെ ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാനാണ് നമ്മളിത് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ചേർക്കാം. നന്നായി ഇളക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പാസ്ത ചേർക്കണം. അത് ഞാൻ നേരത്തെ തന്നെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചായിരുന്നു. അത് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം നന്നായി പിടിക്കുന്നവരെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു ഗ്ലാസ് പാസ്തയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 1.5 ഗ്ലാസ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെക്കണം. 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. നമ്മുടെ പാസ്ത ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.